അത് അവകാശം ഞാൻ ആര് വന്നാലും ഞാൻ പറയും അത് വിളിച്ചുണ്ട്. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തല്ലേ, ഞാൻ ഒന്നും കൂടിയും പറയാം സർക്കാരിനെ കുറ്റപ്പെടുത്തല്ലേ. കാരണം ആ കമ്പനിക്കെതിരെയാണ് ഞാൻ നിന്നത്. കമ്പനി ഫസ്റ്റ് മുതൽ ഫില്ലർ വെച്ചത് അടിപൊളി ഫില്ലറാണ്, നല്ല ഫില്ലർ. മറ്റേ എന്താണ് ഭൂകമ്പം വരുമ്പോൾ കുലുങ്ങൂലെന്ന്, അതൊക്കെ അതിൽ ഞങ്ങളെ വിശ്വാസത എടുത്തുപോയി അവർ. ബാക്കിയുള്ളത് ഞങ്ങൾക്ക് കാണാനും കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ വാർപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വൈറ്റ് വാഷ് കൂടാന്നുള്ള നേരത്താണ് വിഷുവിന് കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഈ വീട് കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ കിനിവ് താഴ്ന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻജിനീയർക്ക് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻജിനീയർ പറഞ്ഞു ഇത് ശരിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ട് റൂം ചെക്ക് ചെയ്തപ്പോൾ ആ ഡോറിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഡോറിൻ്റെ ആ സൈഡൊക്കെ പൊട്ടിയിരിപ്പുണ്ട്. അത് ഞാൻ കാര്യം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ അവർ ഈ ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് അവർ പോയത്. പിന്നീടാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല. പിന്നെ ഈ കമ്പനി ഫസ്റ്റ് മുതൽ ഞങ്ങളെ വിശ്വാസം മൊത്തം എടുത്തിട്ട് പിന്നീടാണ് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു മാനസികമായിട്ട് ഒരിതുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിനെ വിശ്വാസമാണ്. ഫസ്റ്റ് മുതലേ എനിക്ക് സർക്കാരിനെ വിശ്വാസമായതുകൊണ്ടല്ല ഞങ്ങളൊന്നും, അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ അവിടെ പോയിട്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ഇലക്ഷൻ്റെ മുന്നേ എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് പറയാം ഇത് ഇവർ ചെയ്തത് ഇതാ വിള്ളലുണ്ട്, ഇങ്ങനെ പണി അങ്ങനെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിലൊരു ഷോ ക്രാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പൊട്ടൽ, വിള്ളൽ എന്നൊക്കെ തന്നെയാണ്. ഇനി വിള്ളൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ചാക്ക ബൈപ്പാസ് പോലെ വലിയ വീതിയുള്ള വിള്ളൽ എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെങ്കിൽ ക്രാക്ക് എന്ന് പറ, അല്ലെ പൊട്ടൽ എന്തോന്ന് ശൃംഗേജ് ക്രാക്ക് അങ്ങനെ തന്നെ പറ. അതിൽ കൂടെ വെള്ളം വരുന്നത് എപ്പോഴാണ് നൗഫൽ ശ്രദ്ധയിൽപ്പെട്ടത്? ഇത് ക്രാക്ക് അതായത് ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഇവിടെ കൽപ്പറ്റയിൽ ഒരു മഴ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയപ്പോൾ ഈ കിരിവ് രാവിലെ അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു ഒന്ന് മഴ പെയ്തിക്കണം, ഒന്ന് പോയി നോക്കിക്കോളാം, നിൻ്റെ വീടൊക്കെ ഒന്ന് പോയി നോക്കിക്കോ, ചിലപ്പം ചോർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പരിഹരിക്കും, അത് അവർക്ക് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നോക്കുമ്പോൾ ഞാൻ അവിടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ലീക്ക് ഇങ്ങനെ വരുന്നുണ്ട് മൊത്തം. അവിടെ കെട്ടി നിർത്തിയേക്കണ്, അപ്പുറം ഇപ്പുറം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ആ മഴ പെയ്ത അന്ന് രാവിലെയാണ് ഞാൻ പോണത്, രാത്രി മഴ പെയ്ത് രാവിലെ പോണത്. അപ്പോൾ ഇത് നോക്കുമ്പോഴാണ് ഈ വിള്ളൽ കാണുന്നത്. ഒരു അരഞ്ചോളം മേൽഭാഗം ഒരു 1 ഇഞ്ച് വിള്ളലുണ്ട് മേൽഭാഗം. എന്നിട്ട് ഗ്രൗട്ട് ഇറക്കിയിട്ട് താഴ്ഭാഗത്തെത്തുമ്പോൾ ആ കിനിവ് മാത്രം കുമിളായിട്ട് ഇങ്ങനെ വരിക്ക് ഒരു 1.5 മീറ്റർ നീളത്തിൽ. അത് അവിടുത്തെ എഞ്ചിനീയർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം അത് വിള്ളലാണ് കറക്റ്റ്, അത് ഞങ്ങൾ ശരിയാക്കി തരുന്നു. അത് എഞ്ചിനീയർ തന്നെ സമ്മതിച്ചതാണ്. അപ്പോൾ ഈ മന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു മാനസികമായിട്ട് ഭയങ്കര വിഷമം. ഇത്